I now invite Yusuf Ali Khan to say a few words to the crowd. Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. In the name of God, the most merciful, the most beneficent. Friends, brothers and sisters, and our beloved young couple, at the very outset, let me thank our brothers, especially my brother Shaukat, for inviting me to attend this beautiful, wonderful function today evening. I'm honored to be here with you. At this time, at the juncture, I want to say a few words in my mother tongue Malayalam as for our young couple. പരിശുദ്ധ ഖുർആനിൽ നിക്കാഹിനെ പറ്റിയും അതുപോലെ കല്യാണത്തിനെ പറ്റിയും പറയുന്ന വളരെ സുന്ദരമായൊരു വെർഷനുണ്ട്. الرجال قوامون على النساء بما فضل الله بعضهم على بعض. അല്ലയോ സ്ത്രീജനങ്ങളെ, പലതുകൊണ്ടും പുരുഷനോളം എത്താത്ത നിങ്ങൾക്ക് കാര്യകർത്താക്കളായി സുഗമമായ വിവാഹ ദാമ്പത്യ ജീവിതം ഞാനിതാ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങളുടെ കാര്യകർത്താക്കളായി പുരുഷന്മാരെ ഞാൻ നിയമിക്കുന്നു. ദിസ് ഈസ് ഫ്രം ഖുർആൻ. الرجال قوامون على النساء بما فضل الله بعضهم على بعض. ആ പുരുഷന് സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടും കടമകളും കർത്തവ്യങ്ങളും ബാധ്യതകളുമുണ്ട്. സന്താനങ്ങൾ, അവരെ പഠിപ്പിക്കേണ്ട വിധം, അവരെ വളർത്തേണ്ട വിധം മുതൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ മരിക്കണമെന്നും ആ ഖുർആനിൽ നമ്മളോട് ആജ്ഞാപിച്ചിട്ടുണ്ട്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പഠിക്കണമെന്നും എങ്ങനെ പഠിക്കണമെന്നും ആരെ വിവാഹം കഴിക്കണമെന്നും എപ്പോൾ വിവാഹം കഴിക്കണമെന്നും വിവാഹ ജീവിതത്തിൽ എന്തെല്ലാം വിട്ടുവീഴ്ചകൾ വേണമെന്നും ആ വിട്ടുവീഴ്ചകളിലൂടെ സ്നേഹവും കരുണയും കാരുണ്യവും കുടുംബങ്ങളിലും മക്കളിലും എങ്ങനെ പ്രകടിപ്പിക്കണമെന്നും നമ്മൾക്കൊരു സംക്ഷിപ്ത ജീവിത പാഠപദ്ധതി അതിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ നവദമ്പതികൾ അതനുസരിച്ച് ജീവിക്കുന്നവരാകാൻ ദൈവം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഇവർക്ക് ഭാസുരമായ ആയുരാരോഗ്യ സന്താന സമ്പൽ സമൃദ്ധിയോടുകൂടിയ ഒരു കുടുംബജീവിതം ഞാൻ ആശംസിക്കട്ടെ. അസ്സലാമു അലൈക്കും.